ദീർഘമായിട്ടുള്ള സാംസ്കാരിക ബന്ധമുള്ള രണ്ട് സംസ്കാരങ്ങളാണ് ഇന്ത്യയും പേർഷ്യ എന്ന് പറയുന്നത്, ഇന്ത്യയും ഇറാൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ്, സുപ്രീം ലീഡർ, 36 വർഷം ആ രാജ്യത്തിൻ്റെ സുപ്രീം ലീഡറായിരുന്നൊരു മനുഷ്യൻ ഒരു പുലർച്ചെ കൊല്ലപ്പെടുകയാണ്. നമുക്കൊരു അനുശോചനം രേഖപ്പെടുത്താൻ എത്ര ദിവസം എടുത്തു? ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് രാജ്യത്തിൻ്റെ തലവൻ, അതിൻ്റെ പരമോന്നത നേതാവിനെ ശിരച്ഛേദം ചെയ്തിട്ട് അതിൽ അനുശോചനം രേഖപ്പെടുത്താൻ എങ്ങനെയാണ് രേഖപ്പെടുത്തിയത്? അതുപോലും നമ്മുടെ ഒരു വിദേശകാര്യ സെക്രട്ടറി എംബസിയിൽ പോയിട്ട് അനുശോചന പുസ്തകത്തിൽ എഴുതുകയല്ലാതെ അതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു രാജ്യത്തിന് ഗതി ഒന്ന് ആലോചിച്ചു. ഇപ്പോൾ സെയ്ഫുവിൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മരിക്കുന്നു, കൊല്ലപ്പെടുന്നു. സെയ്ഫുവിന് അത് അനുശോചനം രേഖപ്പെടുത്താൻ പറ്റുന്നില്ല, ദുഃഖം രേഖപ്പെടുത്താൻ പറ്റുന്നില്ല പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സെയ്ഫ് എന്തിനു കൊള്ളും? പിന്നെ ആരാണ് യഥാർത്ഥത്തിൽ മരിച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ മരിച്ചിരിക്കുന്നത് ആരാണ്? സെയ്ഫാണ് മരിച്ചിരിക്കുന്നത്. കാരണം ഒരു പ്രിയപ്പെട്ടൊരു സുഹൃത്തിൻ്റെ മരണത്തിൽ അനുശോചിക്കാൻ പോലും സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രക്ക് ഗുരുതരമായ അവസ്ഥയിലേക്കാണ്. പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ജിമ്മി പറഞ്ഞ മാതിരി 56 ഇഞ്ച്. ഇതാണ് ഈ മിത്രങ്ങൾ ലളിതമായി ആലോചിക്കേണ്ട കാര്യം. ഇതാണ് ഞാൻ പറയുന്നത്. മിത്രങ്ങൾ ഇന്നത്തെ ഈ എന്താണ് സ്കോട്ട് ബെസൻറ്റ്, അങ്ങേരുടെ ട്വീറ്റ് ഒന്ന് എടുക്കുക, അങ്ങേരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ പ്രസിഡൻറ്റ് പറഞ്ഞിരിക്കുകയാണ് എന്ത്, ഇന്ത്യക്ക് 30 ദിവസത്തേക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാനുള്ള അവകാശമുണ്ട്, അനുമതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതൊരു സോവറിൻ, ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണല്ലോ നമ്മൾ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ ചെങ്ങായി വന്ന് പറയുകയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് അനുവദിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ പ്രസിഡന്റ് ഈ എനർജി സെക്യൂരിറ്റി ലോകത്ത് നടത്താനുള്ള അതിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ആളാകയാൽ ഇന്ത്യയെ അനുവദിച്ചിരിക്കുന്നു 30 ദിവസത്തേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കാൻ. അതിന് താൻ ആരടോ എന്നല്ലേ ചോദിക്കേണ്ടത്? ഈ 56 ഇഞ്ചുകാരൻ അത് ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതേക്കാൾ ഗുരുതരമാണ് ഈ ഇറാൻ കപ്പൽ മുങ്ങിയ സംഭവം. നമ്മുടെ അതിഥിയാണ്, നമ്മുടെ അതിഥിയായി നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടറിൽ വന്നിട്ടുള്ള ഒരു കപ്പൽ തിരിച്ചു പോകുന്നു. നമ്മളുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടന്ന് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലേക്ക് കടന്ന ആ മൊമെൻറ്റിൽ അത് ആക്രമിക്കപ്പെടുന്നു, അതുള്ള നാവികർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നു. അപ്പോൾ അതിൽ പല മാധ്യമങ്ങളും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇൻ്റലിജൻസ് ഷെയറിങ് അതിനകത്ത് ഉണ്ടായി എന്ന് അതിഗുരുതരമായ വാർത്ത പുറത്തുവിടും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ആര് നമ്മളെ വിശ്വസിക്കും? നമ്മുടെ ക്രെഡിബിലിറ്റി കോഷ്യൻറ്റ്, ക്രെഡിബിലിറ്റി ഇൻഡെക്സ്, അതിൻ്റെ നില എന്താണ്? നമ്മളുടെ അതിഥിയായി വന്നിട്ടുള്ള ഒരു നോൺ കോംബാറ്റ്, അത് നമ്മൾ ആ നിലയ്ക്ക് ഒരു മിലിറ്ററി ഡ്രില്ലിൽ ഇതിൽ നാവൽ ഷോയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അത് നോൺ കോംബാറ്റൻ്റ് ആണ്. അതൊരു ഡിപ്ലോമാറ്റിക്, ഒരർത്ഥത്തിൽ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട് ആ കപ്പലിന്. അങ്ങനെയുള്ളൊരു കപ്പലാണ് ദ മൊമെൻറ്റ് നമ്മുടെ അതിർത്തി വിടുന്ന ഘട്ടത്തിൽ അത് ആക്രമിക്കപ്പെടുന്നു. അതെങ്ങനെ സംഭവിച്ചു? അതിൻ്റെ പിന്നിൽ എന്താണ്? ഇത് ഗുരുതരമായ ചോദ്യമാണ്. ഇത് തെളിയിക്കപ്പെടില്ല എങ്ങനെയാണ്, പക്ഷേ സംഭവിച്ചു കഴിഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. ക്രെഡിബിലിറ്റി കടയിൽ പോയാൽ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന സാധനമല്ല, വർഷങ്ങളോളം മനുഷ്യർ അധ്വാനിച്ച് കെട്ടിപ്പടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസറ്റാണ്. ഒരു മനുഷ്യൻ്റെ ആണെങ്കിലും ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ആണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമ്മളെ വിശ്വസിക്കും? എങ്ങനെ നമ്മളുമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് പുറത്തുനിന്നുള്ള ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് മറുപടി? ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ലളിതമാണ് കാര്യം. ട്രംപ് കൽപ്പിക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം വീക്കെൻഡായ ദുർബലനായ ചൗക്കീദാറാണ് നമുക്കുള്ളതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ചൗക്കീദാർ? ഇപ്പോൾ ഹാരിസ് ഇൻ ദ ടൗൺ എന്നാണ് JD വാൻസ് എപ്പോഴും ട്രംപിനെ കുറിച്ച് പറയുക. ന്യൂ ഹാരിസ് ഹസ് കം ഇൻ ദ ടൗൺ. അവിടുത്തെ ഹാരിസും നമ്മുടെ ചൗക്കീദാർ. അവിടുത്തെ ഹാരിസിൻ്റെ കൈപ്പിടിയിലാണ് അവിടുത്തെ ന്യൂ ഷെരീഫ് അവിടുത്തെ ഷെരീഫിൻ്റെ കൈപ്പിടിയിലാണ് നമ്മുടെ ചൗക്കീദാർ എന്നുള്ളതാണ്. എന്തുകൊണ്ടതെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അതിലും വലിയ
മിത്രമായിട്ടുള്ള അദാനിയുടെ കേസ് അവിടെയുണ്ട്, എപ്സ്റ്റീൻ ഫയൽസിൽ ആരുടെയൊക്കെ പേരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളിലേക്ക് പോവുക. പക്ഷെ ലളിതമായി പറഞ്ഞാൽ ചൗക്കീദാറിന്, നമ്മുടെ രാഷ്ട്രനായകന് ഇങ്ങേര് പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റാണ്. അതിന്നും ട്രഷറി സെക്രട്ടറി പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ഷെറീഫ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ മേടിച്ചോ എന്ന്. അപ്പം ട്രംപ് പറയുന്നതനുസരിച്ച് ചെയ്യേണ്ടി വരുന്ന ഒരു വെസൽ സ്റ്റേറ്റ് എന്നോ ഒരു എന്താ പറയുക ഒരു ഉപഗ്രഹ രാജ്യമെന്നോ പറയുന്ന അവസ്ഥയിലേക്ക് രാജ്യം എത്തിക്കഴിഞ്ഞു. എപ്പോൾ 56 ഇഞ്ച് ഏറ്റവും വലിയ എന്താണ് രാജ്യസ്നേഹികളെന്ന്, ബാക്കിയുള്ളവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പറയുന്ന ഇവർ, ഈ ദേശ് ഭക്ത്, അവർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള മിത്രങ്ങളാണ്, ഇതാണോ നിങ്ങളുടെ എന്താണ് പരംവൈഭവത്തിലുള്ള ഭാരതം എന്ന് വിശദീകരിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മിത്രങ്ങളാണ്.